ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് ജീവനക്കാർക്കായി KSRTC സർക്കുലർ പുറത്തിറക്കി. ബസിന്റെ മുൻവശത്തും വാതിലുകൾക്ക് സമീപത്തും പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കണം. സ്ത്രീകൾക്ക് നൽകുന്ന ടിക്കറ്റിൽ കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും രേഖപ്പെടുത്തണം. അധിക ലഗേജുകൾ ഉണ്ടെങ്കിൽ ചാർജ് ഈടാക്കണം. സൗജന്യ യാത്ര അനുവദിക്കാത്ത ബസ്സിൽ കയറുന്ന സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കണമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായമോ സംസ്ഥാനമോ നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും യാത്ര സൗജന്യമാണ്. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് കൈപ്പറ്റണം. ഓരോ യാത്രയുടെയും വിവരം രേഖപ്പെടുത്തി സുതാര്യമായ കണക്കെടുപ്പിനാണിത്. സൗജന്യ യാത്ര മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സർക്കാർ വഹിക്കും. അതിനിടെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കുള്ള പണം എങ്ങനെ കോർപ്പറേഷന് ലഭ്യമാകുമെന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബാങ്ക് വഴി പണം നൽകുന്നതിനാണ് മുൻഗണന. സൗജന്യ യാത്രയ്ക്കുള്ള പണം മാസാവസാനം നൽകാമെന്ന് പറഞ്ഞെങ്കിലും KSRTC അത് തള്ളിയിരുന്നു. സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ബാങ്കുകൾ KSRTCക്ക് ഓവർ ഡ്രാഫ്റ്റ് നൽകും. മാസാവസാനത്തോടെ സർക്കാർ പലിശയും മുതലും ഉൾപ്പെടെ അത് അടച്ചു തീർക്കും. ഇത്തരത്തിലുള്ള സ്ഥിരം സംവിധാനം നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബാങ്കുകളുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ്. 15-ാം തീയതി രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശനാണ് പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കുമെന്ന് മന്ത്രി CP ജോൺ വാർത്താസമ്മേളനത്തിൽ നേരത്തെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കുറച്ചു ദൂരം യാത്ര ചെയ്യും. രാവിലെ 9 മണിക്ക് എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തല ഉദ്ഘാടനങ്ങളും നടക്കും. അതേസമയം ഈ സൗജന്യ യാത്രയിൽ ആശങ്കയിലാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും KSRTC ഓർഡിനറി സർവീസുകളുണ്ട്. സൗജന്യ യാത്ര കാരണം തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്ക. സൗജന്യ യാത്ര അനുവദിക്കുന്നതിന് മാനദണ്ഡം ഏർപ്പെടുത്തണമെന്ന് ഒരു വിഭാഗം ബസ് ഉടമകൾ പറയുന്നു. സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപികമാരുമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെക്കാൾ ഉയർന്ന സ്കെയിലിൽ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ഇവർക്ക് സൗജന്യ യാത്ര അനുവദിക്കേണ്ടതുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. താരതമ്യേന വേതനം കുറഞ്ഞ ദിവസക്കൂലിക്കാരായ പുരുഷന്മാർ പണം മുടക്കി യാത്ര ചെയ്യുമ്പോൾ സർക്കാർ ശമ്പളം പറ്റുന്ന സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കുന്നത് സാമൂഹിക അസമത്വം ഉണ്ടാക്കുമെന്നാണ് ആക്ഷേപം. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ നിർദ്ദേശിച്ച പാക്കേജിനോട് ഉടമകൾ യോജിച്ചിട്ടില്ല. ഡീസലിന് സബ്സിഡിയും ടാക്സ് ഇളവുമാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. സബ്സിഡിയിലൂടെ ലിറ്ററിന് 1-2 രൂപയുടെ ഇളവ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 2 രൂപ ഡീസൽ സബ്സിഡി അനുവദിച്ചാൽ പരമാവധി 180 രൂപയാണ് ഒരു ദിവസം ഒരു ബസ്സിന് ലഭിക്കുക. ടാക്സ് ഇളവിലൂടെ 300 രൂപയും ലഭിച്ചേക്കാം. ഒരു ദിവസം പരമാവധി 500 രൂപയുടെ ആനുകൂല്യമാകും ലഭിക്കുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം 4000 രൂപ വരെ നഷ്ടമുണ്ടാകുമെന്ന് ഉടമകൾ പറയുന്നു. യാത്രക്കാർ കുറയുന്നതോടെ വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ് സർവീസുകളെ ആശ്രയിച്ച് കഴിയുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും മെക്കാനിക്കൽ ഓഫീസ് ജീവനക്കാരും അടക്കമുള്ള തൊഴിലാളികൾക്ക് തൊഴിലും നഷ്ടപ്പെടും. സ്വകാര്യ ബസ്സുകളിൽ 60% മുകളിൽ സ്ത്രീ യാത്രക്കാരാണ്. ഇവരിൽ ഭൂരിഭാഗവും സ്ഥിര യാത്രക്കാരുമാണ്. പുരുഷന്മാർ കൂടുതലും അവരുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് സ്വകാര്യ ബസ്സുകളിൽ അവരുടെ എണ്ണം കുറയുന്നത്.